ഇടുക്കി ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ മൂലം ഗർഭസ്ഥ ശിശു മരിച്ചുവെന്ന് പരാതി. മാങ്കുളം കുറത്തിക്കുടി സ്വദേശികളായ ആശ ഷിബു ദമ്പതിമാരുടെ കുഞ്ഞാണ് പ്രസവത്തോടെ മരിച്ചത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചുവെന്നാണ് ആരോപണം. എന്നാൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് നേരത്തെ തന്നെ ബന്ധുക്കളെ അറിയിച്ചിരുന്നുവെന്ന് ആശുപത്രി അധികൃതരും പറയുന്നു. ആൽവിൻ തോമസിന്റെ വിവരങ്ങളുമായി. ആൽവിൻ, എന്താണ് സംഭവിച്ചത്? ഈ ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ മൂലമാണ് ഈ ഗർഭസ്ഥ ശിശു മരിച്ചതായി എന്നുള്ള ഒരു പരാതിയാണ് വന്നിട്ടുള്ളത്. ഇടുക്കി മാങ്കുളം കുറത്തിക്കുടി സ്വദേശികളായ ആശ ഷിബു ദമ്പതിമാരുടെ കുഞ്ഞാണ് ഈ പ്രസവത്തിൽ മരിച്ചത്. അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഇവർ ചികിത്സ തേടിയിരുന്നത്. ഇവര് 14-ാം തീയതിയാണ് ആദ്യം ഈ ഗർഭസ്ഥയായ ആശ ചികിത്സ തേടിയത്. അവിടെ ചെന്ന പരിശോധനകൾക്ക് ശേഷം 19-ാം തീയതി പ്രസവത്തിനായി അഡ്മിറ്റ് ആകണമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ 15-ാം തീയതിയോടുകൂടി തന്നെ വലിയ തോതിൽ ആശയ്ക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയൊക്കെ ചെയ്തതിനെ തുടർന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പിന്നീട് എത്തിയത്. പക്ഷേ ആ എത്തിയ സമയത്ത് ആരോഗ്യനില വളരെ വഷളായ അവസ്ഥയായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. എന്നാൽ ഈ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അടിമാലി താലൂക്ക് ആശുപത്രി അധികൃതർ പറയുന്നത്. സൂപ്രണ്ട് അടക്കം പറയുന്നത് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിൽ പ്രശ്നമുണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ ഇവർ ബന്ധുക്കളെ അല്ലെങ്കിൽ ഈ ആശയെയും കുടുംബത്തെയും അറിയിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സൂപ്രണ്ട് നമുക്ക് നൽകുന്ന വിവരം. ഞായറാഴ്ച ആയതിനാലാണ് ആശുപത്രിയിൽ എത്തിയപ്പോൾ അനസ്തീഷ്യ നൽകുന്ന ആളില്ലാതിരുന്നതിനാൽ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇങ്ങനെയാണ് ഇവർ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ, അടിമാലിയിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇവര് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഈ അവിടെ നിന്ന് കുറത്തിക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് അടിമാലി വരെ വലിയ ദൂരമുണ്ട്. ആ ദൂരം താണ്ടിയാണ് വാഹനത്തിലാണ് ഈ വളരെ വഷളായ അവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിയത് എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതർ. നിലവിൽ എന്തെങ്കിലും പ്രതിഷേധ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടോ? ഇത്തരമൊരു വിഷയങ്ങൾ വന്നു എന്നതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ ബന്ധുക്കളടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാകുവാണ് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത് ഒരു അനാസ്ഥ എന്ന നിലയിലാണ് അവർ ആ കുടുംബം അത്തരത്തിൽ ആരോപിക്കുന്നത്. കാര്യം ആശുപത്രി ജീവനക്കാരുടെ ഒരു അനാസ്ഥയാണ് സംഭവിച്ചത്. കാര്യം ആദ്യം ആശുപത്രിയിൽ ചെന്നപ്പോൾ മറ്റൊരു ദിവസം നൽകിയെങ്കിലും പിന്നീട് ആശുപത്രിയിൽ 15-ാം തീയതി വല്ലാതെ അസ്വസ്ഥത ബാധിച്ചാണ് ഈ ആശയ അവിടെ ചെല്ലുന്നത്. പക്ഷേ ആ സമയത്ത് ആശുപത്രി അധികൃതർ വേണ്ട രീതിയിൽ ആശയെ പരിചരിച്ചില്ല എന്നുള്ളതാണ്, ശുശ്രൂഷിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതിയായി ഉള്ളത്. ഏതായാലും ഗർഭസ്ഥ ശിശുവായിരുന്ന ആ കുഞ്ഞിനെ മരിച്ചു എന്നുള്ളതാണ് അവരുടെ കുടുംബത്തിന് അത് താങ്ങാവുന്നതിനും അപ്പുറമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ആൽവിൻ, കഷ്ടമായി ഇപ്പോൾ ഇടുക്കി ആശുപത്രിയിലാണ് ജീവനക്കാരുടെ അനാസ്ഥ മൂലം ഗർഭസ്ഥ ശിശു മരിച്ചു എന്ന പരാതി വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ് ഇടുക്കി.